ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ന്യൂഡ് മേക്കപ്പും ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നോ മേക്കപ്പ് ലുക്ക് ഒക്കെ അതെ, ആണല്ലോ. അതെ, അതെ. എപ്പോഴും നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ കാണുന്ന ഈ ഒരു മേക്കപ്പ് ലുക്കിലല്ലേ ഇപ്പം. എന്താ ശരിക്കും നോർമൽ മേക്കപ്പും ന്യൂഡ് മേക്കപ്പും തമ്മിലുള്ള ഡിഫറൻസ്? ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. ന്യൂഡ് മേക്കപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐ മേക്കപ്പ് അതുപോലെ ലിപ്പിന്റെ ഷെയ്ഡിലൊക്കെയുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബേസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും അപ്പൊ എക്സ്പെൻസീവ് ഫൗണ്ടേഷൻ ആണ്. ഒക്കെ നമ്മൾ നോ മേക്കപ്പ് ലുക്കിൽ നോ ഉപയോഗിക്കും. മേക്കപ്പിൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം നോ മേക്കപ്പ് അല്ലെങ്കിൽ സിമ്പിൾ മേക്കപ്പിന് പൈസ കുറവ് അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി. അങ്ങനെയല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രൈസിൽ ഡിഫറൻസ് ഒന്നും വരില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും റെഫറൻസ് കൊണ്ടുവരുന്നത് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സ്കിന്നും അതുപോലെ ആണെങ്കിലാണ് അങ്ങനത്തെ ലുക്ക് അച്ചീവ് അങ്ങനെയൊക്കെയാ. ചെയ്യാനായിട്ട് പറ്റുള്ളൂ മേക്കപ്പില്. ഇത് ആക്ച്വലി പറയുന്ന പോലെ മേക്കപ്പ് ആണ്, മാജിക് അല്ല. അപ്പം സ്കിൻ കെയർ മേക്കപ്പിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യുന്ന സ്കിന്നിൽ കിട്ടുന്ന മേക്കപ്പിന്റെ മേക്കപ്പ് റിസൾട്ടും നല്ലതായിരിക്കും. നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള പാച്ചി അൺഈവൻ സ്കിൻ ടോണിൽ കിട്ടുന്ന റിസൾട്ടും എൻറ്റയർലി ഡിഫറെന്റ്. ഡിഫറെന്റ് ആണ്. ഇപ്പൊ ന്യൂഡ് മേക്കപ്പ് ആണെങ്കിലും ഹെവി മേക്കപ്പ് ആണെങ്കിലും ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ, എടുക്കുന്ന ടൈമും സെയിം തന്നെ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം സ്കിന്ന് നോക്കിയിട്ട് ഏത് ടൈപ്പ് മേക്കപ്പ് ആണ് സൂട്ട് ആവുന്നുള്ളത് നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് അതനുസരിച്ച് ചെയ്യാം. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് അനുസരിച്ച് മേക്കപ്പും. എന്ത് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യണം. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഒരുപാട് ബ്രാൻഡ് ഫൗണ്ടേഷൻ ഉണ്ട്. പലർക്കും അറിയില്ല ഏത് ഫൗണ്ടേഷൻ ഏത് സ്കിന്നിന് യൂസ് ചെയ്യണം. ഡ്രൈ ആണെങ്കിൽ അതിന് ഡ്രൈ സ്കിന്റെ ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യണം. അവിടെ മാറ്റ് യൂസ് ചെയ്താൽ ആ ഒരു ഫ്ലോലി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സ്കിൻ ടിന്റും ഫൗണ്ടേഷനും തമ്മിൽ എന്താ ഡിഫറൻസ്? സ്കിൻ ടിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്കിൻ ടിന്റ്. അത് നമുക്കത് സ്കാർസ് ഉള്ള സ്കിൻ, ഒരുപാട് പാച്ച് ഉള്ള സ്കിൻ ആണെങ്കിൽ അത് പറ്റില്ല. പറ്റില്ല. അപ്പൊ അത് ഒരു ക്ലിയർ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ടിന്റ് യൂസ് ചെയ്യാം. ഒരുപാട് പാച്ച് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ബെറ്റർ.